പള്ളിയിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കാനുള്ള ക്ലാസുകൾ നമ്മൾ ആവശ്യപ്പെടണം. അതിന് പകരം ഇന്ന് അവിടെ പലതും നടക്കുന്നുണ്ട്. ക്യാൻസർ മാറ്റുന്ന ദിക്റുകളുണ്ട്, രോഗം മാറാനുള്ള ദിക്റുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, വേറെ എല്ലാം മാറ്റിത്തരുമെന്ന് പറയുന്ന പല ചടങ്ങുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറ്റിയ വേഗം കോഴിക്കോട് ആശുപത്രിക്ക് ഓടിപ്പോകുന്ന നേതാക്കന്മാരുമുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം കൊടുക്കാതെ, അത് പലപ്പോഴായി ഓതാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റാതെ, അതിനേക്കാൾ പോരിശയാണ് മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹീദ്ദിമാല ഓതിയാൽ സ്വർഗത്തിൽ ഒരു മാളിക കിട്ടും. ഇത് പറഞ്ഞുകൊണ്ട് അയിമക്ക പോണത് പക്ഷിപ്പാട്ട്, കിളിപ്പാട്ട്, മാലപ്പാട്ട്, സ്വലാത്ത് വാർഷികം, മജ്ലിസുന്നൂർ, ഇങ്ങനെ കുറേ പുതിയ സംഭവം കാണാം. ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ ഖുർആനിനെ മാറ്റിവെക്കാതെ ഇതെടുക്കാൻ പറ്റുമോ? ഇനി ഖുർആൻ എപ്പോഴാണ് എടുക്കാന്നറിയോ? ഒരു വീട്ടിൽ മരണം നടന്നു എന്നറിഞ്ഞ പിന്നെ ഖുർആനും ഒരു കളിയാണ്. പിന്നെ ഓതാത്തോലൊക്കെ മഫ്തക്കെട്ട് ഷാളക്കെട്ട് താത്താരൊക്കെ ഒരു മൂലക്കിരിക്കണുണ്ടാകും. ഖുർആൻ ഓതാൻ തുടങ്ങുകയാണ്, ആൾ മരിക്കണം, അത് വേറെ ചാൻസ് ഇല്ല. പിന്നെ അങ്ങോട്ട് ആൾക്കാരും അഞ്ചന്മാരും ഏട്ടന്മാരും ഇതുവരെ പള്ളി ഭാഗത്തോലൊക്കെ എല്ലാവരും വന്ന് ഉഷാറായി ഖുർആനൊക്കെ എടുത്ത് ഓത്ത് തുടങ്ങാണ്. ആദ്യം തന്നെ യാസീൻ ഓതണം. യാസീൻ ആർക്കാ ഓപ്പർക്ക് കൂലി കിട്ടണമെന്നല്ല, മയ്യത്തിന് കൂലി കിട്ടണം. ജീവിതകാലത്ത് ഞാൻ ഓതൂല്ല, പഠിക്കൂല, ഒന്നുമില്ല, നാട്ടുകാരൊക്കെ പാടുന്ന ഓതി അങ്ങോട്ട് ചോറച്ച് പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും ഖബറിൽ നിന്ന് വിചാരിക്കണ്ടോ? നിനക്ക് അറിവില്ല മനുഷ്യ, ഞാൻ ചെയ്യാതെ എനിക്ക് രക്ഷപ്പെടും. പിന്നെ നമ്മുടെ മക്കളും നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഒരാൾ മരിച്ച പ്രധാനമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നാട്ടിൽ അതൊന്നും നടക്കണില്ല. ഞാൻ വരട്ടോ, അതിൽ ഏറ്റവും ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് ഓതാൻ തുടങ്ങാൻ കേട്ടോ. എന്നിട്ട് മരിക്കുമ്പോൾ ആ ഖബറിന്റെ മയ്യത്തിൻ്റെ അടുത്തിരുന്ന് പറയാണ്, ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാകുന്നു എന്നാ പറയുന്നത്. മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ അതുവരെ നാട്ടിൽ മുണ്ടൂല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ എടുത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാണ സമയത്ത് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, പല പള്ളികളുണ്ട്. ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് നമ്മളിങ്ങനെ തസ്ബീഹത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആലൊക്കെ പറയുമ്പോൾ തന്നെ അവിടുന്ന് പള്ളിയിൽ ഇമാം പതുക്കണം. എന്നിട്ട് ബറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഓതാൻ തുടങ്ങും. സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പതിവാക്കി ഓതേണ്ട സൂറത്തുൽ മുൽക്ക്. നമ്മുടെ ഖബറിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഹദീസ് പഠിപ്പിച്ചതാണ്. ആ സംഭവം ആരാ ചെയ്യേണ്ടത്? നമ്മളെ ഖബർക്ക് ഇറക്കുമ്പോൾ നാട്ടുകാർ ഓതാനുള്ളതല്ല, നമ്മൾ ഓതാനുള്ളതാണ്. 30 ആയത്തുള്ള സൂറത്ത് പഠിക്കണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖതീബിൻ്റെ വക കുറച്ച് ഉപദേശമുണ്ട്. അത് മയ്യത്തൊക്കെ ഫുള്ള് കവറടക്കി മണ്ണൊക്കെ ഇട്ട് മൂടി വെള്ളക്കൊഴിച്ച് എല്ലാം കഴിഞ്ഞ തലക്ക് ഭാഗത്ത് വന്നിട്ടൊരു ഉപദേശമുണ്ട് മയ്യത്തിനോട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കണ്ണീരണിക്കുന്ന ഖുതുബേട്ടോ, എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. എന്നിട്ട് പറയാണ്, നിന്റെ അടുത്ത് ഇപ്പോൾ 2 മലക്കുകൾ വരും. എപ്പോൾ? ഖബറിൽ ഇറക്കി എല്ലാം കഴിഞ്ഞിട്ടോ. നിന്റെ അടുത്ത് 2 മലക്കുകൾ വരും, നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുകാവൻ നബിയുകാവൻ ഇമാമൊക്കെ ചോദിക്കും. അല്ലാഹു റബ്ബീ പറയണം. എപ്പോ? ആ മനുഷ്യൻ വെള്ളിയാഴ്ച കട പൂട്ടി, സ്ഥാപനങ്ങൾ പൂട്ടി വെള്ളിയാഴ്ച മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. മുണ്ടില്ല. അന്നെങ്ങാനും മലയാളം പറഞ്ഞാ പിഴച്ചു പോകുന്നു പേടിച്ചിട്ട് ഒരു ഉപദേശം ആ മനുഷ്യർ കിട്ടിയില്ല. 100 കൊല്ലം വന്നിരുന്നാലും അള്ളാന്റെ കലാമ് പഠിക്കാൻ ചാൻസ് ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തിലെ പ്രിയപ്പെട്ടവരെ, 23 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് അവർക്ക് മനസ്സിലാവാത്ത ഒരു സെന്റൻസ് ഖുതുബയിൽ വന്നിട്ടില്ല. മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി സംസാരിച്ചത് അവരുടെ ഭാഷയിൽ. അത് കഴിഞ്ഞ് മദീന പള്ളിയിലെ ദർസ് അവരുടെ ഭാഷയിൽ. എന്തേ? അവർക്ക് ദീന് കൊടുത്തു. അവർക്ക് പല ദുസ്വഭാവം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോ യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്, അവരെ സംസ്കരിച്ചെടുത്ത് നല്ല മനുഷ്യരാക്കി. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമുദായമാണെന്ന് അവരെ പറ്റി പറയിപ്പിച്ചു. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഉത്തമരായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഖുർആനിനെ നമ്മൾ എത്ര പേര് പരിഗണിക്കുന്നുണ്ട്, എത്ര ഓതാറുണ്ട്? ഒരു പേജെങ്കിൽ ഒരു പേജ് ഓതാൻ നോക്കിക്കോ.